അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഉസ്താദ്. ഈ പള്ളിയിൽ ഉറങ്ങുന്നതിനൊരു കാര്യം പറഞ്ഞല്ലോ ഉസ്താദെ. ഈ പറഞ്ഞത് പള്ളീൻ്റെ ആവശ്യാർത്ഥം അവിടെ പരിപാലിക്കുന്ന ഇമാമിങ്ങളും മറ്റും ഉള്ളവരോ അല്ലെങ്കിൽ പള്ളിയിൽ എത്തിക്കാഫിരിക്കുന്നവരോ ആണോ? അതല്ല, പൊതുവെ ഗൾഫിലൊക്കെ വന്ന് ജോലി ചെയ്ത് ചൂട് സമയത്ത് അവിടെ പോയിട്ട് AC ഉണ്ട്, അങ്ങനെ കിടക്കലാണോ? അപ്പോൾ അങ്ങനെയുള്ളവരടുത്ത് പോയിട്ടല്ല, അവർക്ക് ശല്യമാകുന്നുണ്ടെങ്കിൽ തന്നെയും ഓതാൻ പറ്റുമോ എന്നതാണ് മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അസ്സലാമു അലൈക്കും. എല്ലാം പെട്ട് അതായത് അവിടെ ജോലി ചെയ്യുന്നവരാവട്ടെ, അതല്ലെങ്കിൽ ഇത്തിക്കാഫ് പോലെയുള്ള ഇബാദത്തിൽ മുഴുകിയവരാകട്ടെ, അല്ലാതെ തൽക്കാലം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കയറിയവരാകട്ടെ, എല്ലാം പെട്ട്. ഹലാലായ നിലക്ക് ഉറങ്ങുന്നവരെ ഉറക്കത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന നിലക്ക് ഉച്ചത്തിൽ ഓതാൻ പാടില്ല. ഓതണ്ടാന്നല്ലല്ലോ പറഞ്ഞ്, ഉച്ചത്തിൽ ഓതണ്ട, ശബ്ദകോലാഹലം ഉണ്ടാക്കണ്ട, ശബ്ദം താഴ്ത്തി ഓതിയാൽ മതിയല്ലോ. ഇന്നക്കും ലന്തദുഊന അസമ്മ വലാ ഗായിബ, കേൾവിയില്ലാത്തവനോടോ സ്ഥലത്തില്ലാത്തവനോടോ അല്ല നിങ്ങൾ ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് അയ്യോന്നാസ് ഇർബഅൻഫുസിക്കും, ജനങ്ങളെ, നിങ്ങളുടെ നഫ്സുകളുടെ മേൽ നിങ്ങൾ ഒരു ദയ ചെയ്യ്, നിങ്ങൾ ഒച്ചമ്പിളി ഉണ്ടാക്കി ഇടങ്ങേറുണ്ടാക്കല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അപ്പൊ ഓത്തുന്ന കൂലി കിട്ടാണെങ്കിൽ ഒച്ചപ്പാട് ഉണ്ടാക്കിക്കൊള്ളുന്നില്ല, അവനാന്റെ ശരീരം കേട്ടാ മതിയല്ലോ. അപ്പൊ രണ്ടു കൂട്ടർക്കും മുടക്കില്ല, ഓതുണോന് ഓതും ചെയ്യാ, ഉറങ്ങണോന് ഉറങ്ങും ചെയ്യാ. ഇപ്പം പൊഞ്ചോ ഒച്ചമ്പിളിയാക്കിയിട്ട് ഓതി അങ്ങനെ വേണ്ട, മറ്റുള്ളവരെ ഇടങ്ങേറാക്കിയിട്ട് പുണ്യെടുക്കണ്ട, അതാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഓതണ്ടാന്നല്ല. അത് ഹലാലായ നിനക്ക് പറഞ്ഞേക്ക് ജോലി സമയത്ത് ക്ഷീണിച്ച് വന്ന് കിടന്നുറങ്ങുന്നവനായാലും അല്ലാതെ പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകളായാലും അതോ അല്ലെങ്കിൽ എത്തിക്കാവ് പോലെയുള്ള ഇബാദത്തുള്ളവരോ ഒക്കെ ഒരു കണക്ക് തന്നെ. ശുക്രൻ ഉസ്താദ്. ഇനി വൽ ഔജഹു അൻഹ ലാ തൻഅഖിദു എന്ന് കസ്സലാത്ത് ബിൽ വഖ്തിൽ മക്ruഹ എന്ന് പറഞ്ഞല്ലോ ഉസ്താദെ. മക്ruഹായ കറാഹത്തുള്ള സമയത്ത് നിസ്കരിച്ചാൽ തന്നെ നിസ്കാരം തന്നെ സഹിയാവൂല എന്ന് പറഞ്ഞു. അപ്പോ ഉദ്ർ കൊണ്ട് ഖളായ നിസ്കാരങ്ങള് എത്രയും വേഗം അവന്റെ മറ്റെല്ലാ അത്യാവശ്യ സമയത്തിനൊഴിച്ച് ബാക്കിയൊക്കെ അതിന് സമയം വിനിയോഗിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ചില കറാഹത്തായ സമയം വരും, നട്ടുച്ച സമയത്ത്, വെള്ളിയാഴ്ച അല്ലാത്ത സമയങ്ങളിൽ, സുബഹി നിസ്കാരത്തിന് ശേഷം. അത് ഇവിടെ ഹറാമാണെന്നും അത് കറാഹത്താണെന്നും അഭിപ്രായം ഉണ്ടാകുമ്പോൾ തന്നെയും ഇവിടെ നിസ്കാരം തന്നെ അത് സഹിയാവുകയില്ല ഉസ്താദെ. അത് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. കാരണം കറാഹത്തുള്ള സമയത്തും ചിലപ്പോൾ നിസ്കരിക്കുന്നുണ്ട്. ചില ജുമാക്കും ഇത് പ്രത്യേകിച്ചിട്ട് ജുമാന്റെ ബാബയിൽ പറഞ്ഞത് കൊണ്ട് ജുമാന്റെ സമയത്ത് മാത്രമാണോ ഉസ്താദെ ഈ നിസ്കാരം കെട്ടുപെടുകയില്ല എന്ന് പറഞ്ഞത്? മറ്റ് സമയങ്ങളിൽ പെടുമോ? വിശദീകരിച്ചാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യം കൂടിയുണ്ട്. എന്താ പ്രശ്നം ഈ ആലൂരിനെ പറ്റി? നിങ്ങൾക്ക് ആകെ പുടുത്തം വിട്ടാലൂരെ രണ്ടുകൂടി കൂടിക്കൊയ്യണ്ട. അത് പറഞ്ഞതേ കറാഹത്തായ വഖത്തുകളിൽ നിസ്കാരം കെട്ടുപെടൂല എന്ന് പറഞ്ഞത് അത് ഞാൻ അവിടെ പിന്നെ വിശദീകരിച്ചല്ലോ. ഒന്നിരിക്കൽ മുത്ലഖ് സുന്നത്ത്, അതല്ലെങ്കിൽ പിന്തിയ കാരണമുള്ള സുന്നത്ത്, അത് മാത്രാണ് കറാഹത്തിന്റെ വഖത്തിൽ കെട്ടുപെടൂല എന്ന് പറഞ്ഞത്. വെള്ളിയാഴ്ച ഖത്തീബ് മിമ്പറിൽ കയറി ഇരിക്കുന്ന സമയത്ത്, ഖുത്ബ കഴിയുന്നതിന്റെ ഇടയ്ക്കുള്ള സമയത്ത് എല്ലാം പെട്ട്, തഹിയ്യത്തൊഴിച്ച് ബാക്കി എല്ലാ നിസ്കാരങ്ങളും പെട്ട്. അപ്പൊ രണ്ടുകൂടി കൺഫ്യൂഷൻ ആക്കണ്ട നിങ്ങള്. കറാഹത്തിന്റെ സമയത്ത് നിസ്കാരം കെട്ടുപെടൂല പറഞ്ഞത് ഫർള് ഖളാ വീട്ടാൻ പറ്റൂല എന്നല്ല, അല്ലെങ്കിൽ നേർച്ച ഉണ്ടെങ്കിൽ വീട്ടാൻ പറ്റൂല എന്നല്ല, അല്ലെങ്കിൽ മുൻകടന്ന കാരണമുള്ളത് നിസ്കരിക്കാൻ പറ്റൂല എന്നല്ല, അതൊക്കെ നിസ്കരിക്കാം. ഉദാഹരണം, ഒരാള് സുബഹി ഖളായതിന്റെ ശേഷമാണ് ഉണർന്നത്, സൂര്യ ഉദിച്ചു വരുന്നത്, എന്നാ അപ്പൊ തന്നെ സുബഹി നിസ്കരിക്കാം. അതല്ലെങ്കിൽ നട്ടുച്ച സമയത്താണ് സുബഹി നിസ്കരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്, എന്നാ ആ സമയത്ത് നിസ്കരിക്കാം, ഒക്കെ ചെയ്യാം. അവിടെ കറാഹത്തായ വഖത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നത് തീരെ വഖത്തോ സബബോ ഇല്ലാത്ത മുത്ലഖ് സുന്നത്ത്, അതല്ലെങ്കിൽ പിന്തിയ കാരണമുള്ള, ഉദാഹരണം ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
സുന്നത്തുസ്കാരം, അതല്ലെങ്കിൽ യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ടുള്ള സുന്നത്തുസ്കാരം പോലെയുള്ളത് എന്ന് പറഞ്ഞാൽ അത് യാത്ര പിന്നെ നിസ്കരിച്ചിട്ട് പിന്നെയാണല്ലോ പോണത്. അതുപോലെ തന്നെ നിസ്കരിച്ചിട്ട് പിന്നെയാണല്ലോ ഏറാൻ ചെയ്തത്. ഇങ്ങനെ പിന്തിയ കാരണമുള്ള നിസ്കാരവും തീരെ വക്തോ കാരണമോ ഇല്ലാത്ത മുത്തലഖ് സുന്നത്തും മാത്രമാണ് കെട്ടുപെടൂല, സഹിയാവൂല, നിസ്കരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. ഏത് വെള്ളിയാഴ്ച അല്ലാത്ത മൊത്തം പാടില്ല എന്ന് പറഞ്ഞു. ആ കറാഹത്തായ വക്തുകളിൽ ഫർദ് നിസ്കരിച്ച അദാവും നിസ്കരിക്കുക, ഖളാവും നിസ്കരിക്കുക, അതുകൊണ്ട് കുഴപ്പമില്ല. മുൻകടന്ന കാരണമുള്ള ഉദാഹരണം റവാത്തിബ് സുന്നത്ത് മുമ്പ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ശേഷം നിസ്കരിക്കുക, ഖളാ വീട്ടാനുള്ള സമയത്ത് നിസ്കരിക്കുക, ഒക്കെ ചെയ്യാം. മുത്തലഖ് പാടില്ല, മുത്തലഖ് സുന്നത്ത് പാടില്ല, അല്ലെങ്കിൽ പിന്തിയ കാരണമുള്ളതും പാടില്ല എന്നേ പറഞ്ഞു. അതേസമയത്ത് വെള്ളിയാഴ്ച ഖത്തീബ് മിമ്പറി കയറിയിരുന്നോടെ മുതൽക്ക് പാടില്ല എന്ന് പറഞ്ഞത് ഖളാവും പാടില്ല, അദാവും പാടില്ല, സുന്നത്തും പാടില്ല, ഫർദും പാടില്ല, കാരണം മുൻഗണനവും പാടില്ല, പിന്തിയവും പാടില്ല, ഒന്നും പാടില്ല. ആകെ ഒറ്റൊന്ന്, ഏത്? തയ്യത്ത് നിസ്കാരം. ആ തയ്യത്തിന്റെ കൂട്ടത്തിൽ റവാത്തിബ് കരുതിയാൽ കുഴപ്പമൊന്നുമില്ല. 2 റക്അത്തിന്മേൽ പരിമിതപ്പെടുത്തണം എന്ന ഷർത്തോടു കൂടി. ബാക്കി ഒരു നിസ്കാരവും പാടില്ല. അത് ജുമാന്റെ ഖത്തീബിന് മിമ്പറിൽ കയറിയോടെ മുതൽക്ക് മാത്രമാണ്. അപ്പൊ രണ്ടുകൂടി കൺഫ്യൂഷൻ ആകണ്ട, അത് വേറെ ഇത് വേറെ. ജസാക്കുമുല്ലാഹ് ഉസ്താദ്. അത് ഒരാൾ PM കൂടി ഉണ്ടായിരുന്നു ഉസ്താദെ. അത് അയാൾക്ക് മനസ്സിലായില്ല, ഞാൻ ഉസ്താദിന്റെ പറഞ്ഞത് മനസ്സിലായില്ല. PM വായിക്കും തിരക്കിലായിരുന്നു ഉസ്താദ്. മറ്റൊരു ചർച്ച, നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നു. നിസ്കരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വേഗോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും ബ്രേക്കേഴ്സോ മറ്റോ ഉണ്ടാവും. നമസ്കാരം കഴിഞ്ഞു. നമസ്കാരം കഴിഞ്ഞാൽ ചിലപ്പോൾ അല്പം ക്ഷീണത്തിന് വേണ്ടി കുറച്ച് ഇരിക്കുകയോ പള്ളിയിൽ കിടക്കുകയോ ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ ഈ പള്ളിക്ക് വേണ്ടി ഈ വേഗ് വെച്ചതിൻ്റെ വാടകയോ അല്ലെങ്കിൽ കൂലിയോ മറ്റോ കൊടുക്കണം എന്ന് ചിലർ പറയുന്നതായി കേൾക്കുന്നു ഉസ്താദെ. ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ ശേഷം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന് ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായി? കയ്യിലുണ്ടായിരുന്ന ബാഗോ എന്തെങ്കിലും ഒരു സാധനമോ അവിടെ വെച്ച് പള്ളിയിൽ അല്പസമയം വിശ്രമിച്ചാൽ ഈ വെച്ച ഇതിന് കൂലി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇല്ല എന്ന് ഞാൻ പറയില്ല. ഇല്ല എന്ന് പറയണമെങ്കിൽ ഞാൻ കാണണമല്ലോ. ഉണ്ട് എന്ന് പറയണമെങ്കിലും കാണണം. അതുകൊണ്ട് അങ്ങനെ ഇമാമിയങ്ങൾ എവിടെയും കിതാബിൽ പറഞ്ഞതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ കണ്ടവരുണ്ടെങ്കിൽ അത് ഉണർത്തണം എന്ന് അപേക്ഷിക്കുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും. വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം എന്താണെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫിനാണുള്ള മുൻഗണന. മൈക്കില്ലേ? അത് നല്ലൊരു ചോദ്യ. വെള്ളിയാഴ്ച എന്നും ഓതാമെങ്കിലും വെള്ളിയാഴ്ച ബാക്കി സൂറത്ത് ഓതാമെങ്കിലും വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച രാവും പകലും അൽ കഹ്ഫ് ഓതാനും അത് വർദ്ധിപ്പിക്കാനും പറഞ്ഞത്. അപ്പൊ അതെന്താണ്? പലതും ഉണ്ട്. സാമ്പിളിന് ഞാനൊന്ന് പറഞ്ഞുതരാം. വെള്ളിയാഴ്ചകളിൽപ്പെട്ട ഒരു വെള്ളിയാഴ്ചയാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? സൂറത്തുൽ കഹ്ഫിലാണെങ്കിലോ മഹ്ശറയെക്കുറിച്ചും ഖിയാമത്ത് നാളിനെ കുറിച്ചും സ്വർഗനരകങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായി പരാമർശിക്കുകയും അത് പ്രത്യേകമായി ഉത്ബോധനം നടത്തുകയും ചെയ്ത് പല സൂറത്തുകളിലുണ്ടെങ്കിൽ ഇതിൽ പ്രത്യേകമായി ചെയ്യുകയും ചെയ്തതുകൊണ്ട് ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നതൊരു വെള്ളിയാഴ്ചയിലായതുകൊണ്ടും സൂറത്തുൽ കഹ്ഫിൽ സൂറത്തുൽ കഹ്ഫിൽ ധാരാളമായി ഖിയാമത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചത് കൊണ്ടും കൂടി ആണ് അത് പ്രത്യേകം വന്ന് ഓതുന്നത്. അത് മാത്രമല്ല, വേറെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഒന്ന്, മുഅ്മിനീങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. മറ്റു ജോലികളൊക്കെ വിട്ട് അന്ന് ആഖിറത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ ദജ്ജാല് പുറപ്പെടലും വെള്ളിയാഴ്ചയാണ്. 40 ദിവസം ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാലും ദജ്ജാല് പുറപ്പെടൽ വെള്ളിയാഴ്ചയാണ്. സൂറത്തുൽ കഹ്ഫ് ഓതിയവന്
ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവലാക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ തന്നെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രി സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ ഈ വെള്ളിയാഴ്ചയാണ് ദൗർഭാഗ്യവശാൽ ദജ്ജാല് പുറപ്പെടുന്നതെങ്കിൽ ആ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവലാക്കപ്പെടുക എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യം കിട്ടാനും സാധ്യതയുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ദജ്ജാലിന്റെ ഫിത്ന എന്ന ചെറിയ വിഷയമല്ല. അല്ലാഹു തആല പ്രത്യേകമായി തൗഫീഖ് കൊടുത്ത് സംരക്ഷിച്ച ആളുകളല്ലാത്ത മുഴുവൻ ആളുകളും ഏതാ ലൈവ് എനിക്കറിയില്ല. ലൈവ് വന്നു എന്നാരാ കൊടുക്കുന്നുണ്ട്? ഏതാ ലൈവ്, ആരാ ലൈവ് കൊടുക്കണത്, എന്താ? എനിക്കതിനെ പറ്റിയിട്ട് ഒരു ഇൽമുമില്ല. നമുക്ക് എപ്പോഴും നിർത്താൻ മുമ്പേ റെഡിയാണ്. മോളൂര് എവിടെ? കീശേരി. എന്താണ് ലൈവിനെ പറ്റി പറയുന്നത്? എന്ത് ലൈവാണ് എനിക്കറിയില്ല. അല്ല, ഇത് ലൈവ് തന്നെയാണെങ്കിൽ അതിന്റെ പ്രാധാന്യം നമ്മൾ കണക്കെടുക്കണം. ഏതെങ്കിലും കാര്യമായ ഉസ്താദന്മാരെന്തെങ്കിലും പ്രഭാഷണമാണെങ്കിൽ അത് നമ്മൾ പ്രത്യേകിച്ച് കണക്കെടുക്കുക തന്നെ വേണം. അതേ സമയത്ത് ഏതെങ്കിലും മൂല്യാരിറ്റികൾ ഇങ്ങനെ അലാസ്റ്റിക് വയത് അറിയണതിനാണെങ്കിലോ നമ്മളിത് നിർത്തി വെക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? മൂല്യാരിറ്റികളെ ചെറുതാക്കി കാണാനല്ല, സമയം വെറുതെ കളയാൻ വേണ്ടിയിട്ടുണ്ട് ഒരു അലാസ്റ്റിക് വയത്. ആകെ 10 മിനിറ്റ് പറയേണ്ട വിഷയം ഒരു 1.5 മണിക്കൂർ നീട്ടി വെച്ച് അവർക്ക് ആരോഗ്യമുള്ള സമയത്ത് തിരക്കിടില്ല. എന്നെ പോലത്തെ വയസ്സന്മാരോടൊന്നും കഴിയൂല്ലേ. അതിനൊന്നും നമ്മളെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ പ്രധാനപ്പെട്ട ഉസ്താദന്മാരുടെ ആരുടെയെങ്കിലും വയലാണെങ്കിൽ അത് വേണം താനും. ഞാൻ ഹംസക്കോയ ബാക്കോയി കല്ലുവല്ലേ ഒക്കെ മൂല്യാറ്റുകളാണ്, മോശക്കാരല്ലാട്ടാ. നല്ല ആൾക്കാർ തന്നെ. നമ്മളെ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ശിഷ്യനാണ്. കുറെ കാലം അവിടെ തങ്ങളുടെ കൂടെ 2ാം മുദരിസായിട്ട് മദ്ഹറിൽ ജോലി ചെയ്തിരുന്ന മുദരിസുമാണ്. ഇപ്പോ അല്ലാതെ സ്വന്തം ദർസ് നടത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചൊക്കെ കുട്ടികളെ കൂട്ടത്തിൽ കൂട്ടാണ്ട മൊലാറ്റിയാണ്. നല്ല വയറിൽ പറയുന്ന മൊലാരാണ്. കുറച്ച് കിതാബും കിട്ടും. താങ്കൾ പാപ്പാന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ദർസ് നടത്തിയിരുന്ന ആളാണ്. ആ ടൈം കുറച്ച് കഴിഞ്ഞിട്ടായാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യമുള്ള ഒരു സംശയം ചോദിച്ചോളൂ. അപ്പൊ ഇങ്ങനെ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവലാക്കപ്പെടുക. ദജ്ജാല് പുറപ്പെടുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. ദജ്ജാലിന്റെ കാവൽ പ്രത്യേകം വിസ്മത്തുള്ളവർക്കല്ലാതെ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയം വെള്ളിയാഴ്ചയായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ടും അതിന് കാവല് സൂറത്തുൽ കഹ്ഫ് മുഖേന കിട്ടുന്നത് കൊണ്ടും വെള്ളിയാഴ്ചയാണ് ഖിയാമത്ത് നാൾ നടക്കുക എന്നതുകൊണ്ടും ആ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിൽ പരാമർശിക്കുന്നു ഉണ്ട് എന്നതുകൊണ്ടും സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച രാവും പകലും ഓതുന്നതിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. ഇനി അതിന്റെ പുറമെ ഒഴിവുള്ള ദിവസമായതുകൊണ്ട് വിവാദത്തിന് മുഴുകുന്ന സമയത്ത് മഹാന്മാരായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഔലിയാക്കന്മാരുടെ ചരിത്രം തുടങ്ങി ബഹുമാനപ്പെട്ട ഖദർ വലിയുല്ലാഹി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് എന്നോട് ഏകൻ ഉടയവൻ തന്റേകൾ ആകെന്ന് ഞാൻ ചൊൽകിൽ ആകും അതെന്നോവർ എന്ന് തുടങ്ങിയ ആശയങ്ങൾ വളരെ വ്യക്തമായി ഖദർ വലിയുല്ലാഹി അലൈഹിസ്സലാം അല്ലെങ്കിൽ ഖദർ നബി അലൈഹിസ്സലാമിന്റെ ആ സംഭവത്തിലൂടെ അതുപോലെ തന്നെ ലോകത്തെ മുഴുവനും കീഴടക്കി കാരണങ്ങളെ നിയന്ത്രിക്കാൻ മാത്രം വലുതായ ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിലൂടെ ഔലിയാക്കന്മാരുടെ കറാമത്ത്, സൂര്യന്റെ ചലനത്തെ പോലും നിയന്ത്രിക്കാൻ വഫാത്തായി കിടക്കുന്ന ഔലിയാക്കന്മാർക്ക് കഴിയുമെന്ന്, മരണപ്പെട്ട ഔലിയാക്കന്മാരെ കറാമത്ത് മുറിഞ്ഞു പോകും എന്ന് പറയുന്ന ബിദഅത്ത് അലവലാദികളുടെ ആശയത്തിന്റെ അടിവേരറുത്ത് കളയുന്ന ഇങ്ങനെ പോന്നാൽ ഔലിയാക്കന്മാരിൽ തന്നെ ലോക ചക്രവർത്തിയായ ബഹുമാനപ്പെട്ട ദുൽഖർനൈനി തങ്ങളുടെ ചരിത്രത്തിലൂടെ ലോകത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ വരെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്കാകും എന്ന് പറയുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയുടെ അടിത്തറ അടിവരയിട്ടുറപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ സൂറത്തുൽ കഹ്ഫിൽ പരാമർശിക്കുന്നത് കൊണ്ട് ആ ദിവസം എല്ലാവരും അത് ഓതിയിരിക്കട്ടെ എന്ന്. അങ്ങനെ അപ്പൊ ഇത് മാത്രല്ല, സാമ്പിളിന് 1-2 കാരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ വെള്ളിയാഴ്ചയോ അതുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവും പകലും അത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഉസ്താദ്. നമ്മുടെ സഹോദരന്മാർ ദായിമാരാണെങ്കിൽ പോലും
ലൈവ് ഇപ്പോൾ ഈ സെക്ഷനിൽ ബഹുമാനപ്പെട്ട അബൂ ഷാക്കർ ഉസ്താദിന്റെ ചോദ്യോത്തര വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ആ സെക്ഷനിൽ ലൈവ് വന്നു കഴിഞ്ഞാൽ പബ്ലിക്കിൽ ലൈവെത്തി ഇങ്ങനെ അടിക്കുന്നത് ഒരു ഉചിതമല്ല. കാരണം ഉസ്താദിന്റെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് അത് തടസ്സമാവും. മാത്രമല്ല നമ്മൾ കൊടുക്കേണ്ടത് ശ്രോതാക്കൾക്ക് വേണ്ടതാണ്. ഇപ്പോൾ ശ്രോതാക്കളിൽ ഒരാൾ പോലും ലൈവ് ഇപ്പോൾ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം എല്ലാ സമയത്തും ഈ സെക്ഷൻ പൂർണ്ണമായി അവസാനിച്ച ശേഷം ലൈവ് കൊടുക്കലാണ് വേണ്ടത്. അത് ഇനി അതല്ല, നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വല്ല പ്രത്യേക ലൈവോ അല്ലെങ്കിൽ പ്രത്യേക ഉസ്താദുമാരുടെ നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അഡ്മിന്മാരും കിഷേരി ഉസ്താദൊക്കെ ആയിട്ട് ബന്ധപ്പെടുകയല്ലാതെ പബ്ലിക്കിൽ അങ്ങനെ അടിക്കൽ ശരിയല്ല എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അത് നമ്മുടെ ലൈവിനെ എന്താക്കുന്നതല്ല, മോശമാക്കി കാണുന്നതല്ല. പക്ഷെങ്കിൽ ശ്രോതാക്കൾക്ക് വേണ്ടതാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് ആൾ ഇപ്പൊ ചോദ്യം ചോദിക്കുന്ന 3-4 ആളുകളല്ല, അവരുടെ ചോദ്യത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ചോദ്യം വരട്ടെ എന്നുള്ള നിലക്ക് അനങ്ങാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് ഒരു ചോദ്യമുള്ളത് ഒരു മസല കേൾക്കാനിടയായി. അതായത് ഒരാള് ഒരു സംഖ്യ ഒരാൾക്ക് വായ്പം കൊടുത്തു, കടം കൊടുത്തു. അപ്പൊ കടം കൊടുത്തപ്പോ പ്രത്യേക ഒരു ഡേറ്റ് ഒന്നുമില്ല, പെട്ടെന്ന് തരാം എന്ന് പറഞ്ഞ് വാങ്ങിയതാണ്. പക്ഷെങ്കിൽ സക്കാത്തിന് കൊടുക്കാൻ വേണ്ട തുകയുണ്ട്. ആ തുക ഇദ്ദേഹം 1 വർഷം കഴിഞ്ഞു കൊടുത്തില്ല. ഇദ്ദേഹം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ അങ്ങനെ ഒരു 5-10 വർഷം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഈ സംഖ്യയുടെ ഉടമ 1 വർഷത്തേത് കൊടുത്താൽ മതിയാകും എന്നൊരു മസാല കേട്ടു. അത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. അതിൽ ചെറിയൊരു കെണിയും കൂടി ഉണ്ട് കല്ലേരിയെ. അതായത് ആകെ സക്കാത്ത് നിർബന്ധമാകാൻ മതിയാവുന്ന നിസാബ് സംഖ്യ മാത്രമേ ഉള്ളൂങ്കിൽ ആ പറഞ്ഞത് ശരിയാ. എന്ന് പറഞ്ഞാൽ 595 ഗ്രാം വെള്ളിക്ക് തുല്യമായ സംഖ്യയേ ഉള്ളൂ സക്കാത്ത് നിർബന്ധമാവും. ഏറല്ല, ലക്ഷങ്ങളിൽ നിന്നില്ല. ഇതിൽ കൃത്യമായ സംഖ്യ ഒരാൾക്ക് കടം കൊടുത്തു നോക്കിക്കോ. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞു. ആ 1 കൊല്ലം കഴിഞ്ഞപ്പോ സക്കാത്ത് കൊടുത്തില്ല. അപ്പൊ 2.5% അതിൽ നിന്ന് സക്കാത്തിന്റെ ഹക്കായിട്ട് ഇവന്റെ മിൽക്കിന്ന് പോയി. അല്ലോ മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കുക. 2.5% സക്കാത്ത് കൊടുക്കണല്ലോ. ആ സംഖ്യ ഇയാൾ കൊടുത്താലും കൊടുത്തിട്ടില്ലെങ്കിലും ഇയാളുടെ മിൽക്കിന്ന് പോയി. ഇയാളെ കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുക്കുകയാണെങ്കിൽ ആ സംഖ്യ പിന്നെ അവിടെ ഉണ്ട്, അത് കൊടുത്തിട്ടില്ല. പിറ്റത്തെ കൊല്ലാവുമ്പം സക്കാത്തിന്റെ നിസാബ് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ, ആകെ സക്കാത്തിന്റെ നിസാബാവുന്ന 595 ഗ്രാം വെള്ളിന്റെ സംഖ്യയേ ഉള്ളൂ. അതിന് ഫസ്റ്റിലെ കൊല്ലം 2.5% സക്കാത്ത് പോയില്ല. അപ്പൊ നിസാബിനെക്കാട്ട് കുറഞ്ഞില്ലേ. പിന്നെ ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് കിട്ടുന്ന കുട്ടിക്കോളി. എന്നാലും ആ 1 കൊല്ലത്ത് കൊടുത്താൽ മതി. അത് കാരണം എന്താണ്, 1 കൊല്ലത്തോടു കൂടി ഇയാള് സക്കാത്ത് നിർബന്ധമാവുന്ന നിസാബിൽ നിന്നിട്ട് കീപ്പോട്ട് ഇറങ്ങി. പിന്നെ സക്കാത്തിന്റെ നിസാബില്ല, ബാക്കിയുള്ള കൊല്ലത്തിനൊന്നും സക്കാത്ത് കൊടുക്കണ്ട. അതേ സമയത്ത് ഈ സംഖ്യ തന്നെ ഉള്ളെങ്കിലും ആ സംഖ്യക്ക് 1 കൊല്ലം കഴിഞ്ഞപ്പോ ഇയാളെ കീശേന്ന് എടുത്ത് സക്കാത്ത് കൊടുത്തു. പിറ്റേ കൊല്ലം എന്നാൽ പിന്നെയും കൊടുക്കണം. കാരണം എന്താ, കീശേന്ന് എടുത്ത് സക്കാത്ത് കൊടുത്തപ്പോ നിസാബിന്റെ സംഖ്യ എപ്പോഴും അവിടെ കിട്ടാണ്ട്. അത് അടുത്തൊരു കൊല്ലം കഴിയുമ്പോൾ ആ നിസാബ് എത്തിയ സംഖ്യ 1 കൊല്ലം നിന്നപ്പോ പിന്നെയും കൊടുക്കണം. കീശേന്ന് എടുത്ത് കൊടുത്താൽ പിന്നെയും കൊടുക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന 25 കൊല്ലം കഴിഞ്ഞാൽ 25 കൊല്ലത്തും കൊടുത്തുകൊണ്ടിരിക്കണം. കൊടുക്കാതെ ആകെ ഇത്ര സംഖ്യ ഉള്ളെങ്കിൽ അതും ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം നമ്മൾ വേറൊരു മസലയിൽ പറഞ്ഞു, അതിൽ നിന്ന് തന്നെ മനസ്സിലാവും അത്. അതായത് ഒരാള് 1 ലക്ഷം റുപ്യ ഉണ്ട് കുട്ടിക്കോളി. അപ്പൊ 595 ഗ്രാമിനൊന്നും അല്ല, ഇതിലേറുണ്ട്. 1 ലക്ഷം റുപ്യ ഒരാൾക്ക് കടം കൊടുത്തു. ഈ കടം കൊടുത്തതിന് 1 കൊല്ലം ആവുമ്പോ അതിന്റെ 2.5% സക്കാത്തായി പോയി. 2ാമത്തെ കൊല്ലത്തിൽ പിന്നെയും പോയി. 3ാമത്തെ കൊല്ലത്തിൽ പിന്നെയും പോയി. ഇതൊന്നും കൊടുക്കണില്ല. ഇങ്ങനെ 10 കൊല്ലം കഴിഞ്ഞിട്ട് അത് കിട്ടിയതെങ്കിൽ 1ാമത്തെ കൊല്ലം 1 ലക്ഷത്തിന്റെ സക്കാത്ത് 2.5% കൊടുക്കണം. പിറ്റത്തെ കൊല്ലത്തിന് 1 ലക്ഷത്തിൻ്റെതിന് കൊടുക്കണ്ട. പിന്നെ ഈ 2500 കഴിച്ച് ബാക്കിയുള്ളതിന് കൊടുത്താൽ മതി പിറ്റത്തെ കൊല്ലം. 3ാമത്തെ കൊല്ലം അതിന്റെ ബാക്കിയുള്ളതിന്റെ 2.5% കൊടുത്താൽ മതി. അപ്പൊ ഓരോ കൊല്ലത്തിനും കൊടുക്കുന്നില്ലെങ്കിൽ പോലും സക്കാത്തിന്റെ നിശ്ചിത വീതമാവുന്ന 2.5% സക്കാത്തിന്റെ അവകാശികളുടെ ഉടമയായി മാറുകയും ഇവന്റെ ഉടമ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ പിറ്റത്തെ കൊല്ലം ഈ സംഖ്യ കുറയാണല്ലോ. അങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഈ 595 ഗ്രാമിന്റെ ആന്ന് വരെ കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ലാസ്റ്റ് അതായാൽ 1 കൊല്ലം കൊടുത്താൽ കഴിഞ്ഞു ചെയ്ത്.
അപ്പൊ ഈ ചോദ്യം വരെ എവിടുക്കാന്ന് ചോദിച്ചാൽ ആകെ കൃത്യം 595 ഗ്രാം വെള്ളിന്റെ വില വരുന്ന സംഖ്യയാണ് ഒരാൾക്ക് കടം കൊടുത്തത്. അത് കുറെ കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു കിട്ടിയത്. എന്നാ ഒരു കൊല്ലത്ത് കൊടുത്താൽ മതി. കാരണം എന്താ, ഒരു കൊല്ലത്തോടു കൂടി ഈ 595 ഗ്രാം ആവുന്ന നിസാബിൽ നിന്ന് കീഴ്പ്പെട്ടിറങ്ങിയല്ലോ, പിന്നെ സക്കാത്തില്ലല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദെ കേൾക്കുന്നുണ്ടാവൂലേ? ഞാൻ ഇന്നലെ 2 ദിവസമല്ലായി ഹജ്ജ് ഉംറ കഴിഞ്ഞ് മദീന സിയാറത്ത് കഴിഞ്ഞ് ഇന്ന് പുലർച്ചെ ഇവിടെ എത്തിയ മക്ബൂലാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. പിന്നെ ചോദിക്കാനുള്ളത് നോമ്പുമായി ബന്ധപ്പെട്ടതാണ്. അത്തായം കഴിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണല്ലോ ഉസ്താദ്. ഈ അത്തായം കഴിക്കുന്നത് എത്ര, അതിന്റെ ആ സുന്നത്ത് ലഭിക്കാൻ, അത്തായമായി പരിഗണിക്കാൻ എത്ര, ഏതുവരെയാണ് അതിന്റെ സമയം, ഏതുവരെ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് അത് തുടങ്ങുന്നത് എന്നും അതിന് പ്രത്യേക ഒരു നിയ്യത്ത് വേണോ, ഉദ്ദേശം, അതിന്റെ ഒരു കരുത്ത് വേണോ എന്നുള്ളതും അതിന്റെ ചെറിയ രൂപത്തിലുള്ള ഒരു ഫളീലത്തു ഉസ്താദ് വിശദീകരിച്ചാൽ നന്നായിരുന്നു എന്ന് അറിയിച്ച് ദുആവസിയത്തോടെ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്താഴം കഴിക്കാൻ പറഞ്ഞതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. 2 കാര്യം. ഒന്ന്, അഹ്ലി കിതാബുകളാവുന്ന യഹൂദി നസാറാക്കൾ, ആ യഹൂദി നസാറാക്കള് അവരുടെ നോമ്പിന് അത്താഴമില്ല. അപ്പൊ അവരുടെ നോമ്പും നമ്മുടെ ഇബാദത്തും തമ്മിൽ വേർതിരിവ് വേണം എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാലിഫുൽ യഹൂദ വന്നസാറ തസഹറു ഖാലിഫുൽ യഹൂദ വന്നസാറ. നിങ്ങൾ അത്താഴം കഴിച്ച് നോമ്പെടുക്കണം. കാരണം യഹൂദി നസാറാക്കളുടെ നോമ്പാവുന്ന ആരാധനക്ക് അതില്ല. അപ്പൊ അവരുടെ ആരാധനയാവുന്ന നോമ്പും നമ്മുടെ ഇബാദത്താവുന്ന നോമ്പും തമ്മിൽ വേർതിരിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്താഴം കഴിക്കണം. അപ്പൊ അത് ഈമാനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. അപ്പൊ യഹൂദി നസറാക്കളുടെ നോമ്പുമായി വ്യത്യാസപ്പെട്ട് മുഅ്മിനീങ്ങളുടെ നോമ്പിന്റെ പ്രത്യേകതയാണ് എന്ന നിലക്ക് നിയ്യത്ത് ചെയ്താൽ അതിനൊരു കൂലി കിട്ടും. അതോടുകൂടി മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, തസഹറു ഫഇന്ന ഫി സഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കുകയും, കാരണം അത്താഴം കഴിക്കുന്നതിൽ ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് ഭൗതികമാകാം, അതോടുകൂടി ആത്മീയവുമാവാം. ആത്മീയമാവുമ്പം അതിന് പ്രത്യേകം പരലോകത്ത് കൂലി കിട്ടും. ദുന്യവിയായിട്ട് ശരീരത്തിന് നോമ്പെടുക്കാനുള്ള ഊർജം ലഭിക്കാൻ അത് സഹായകമാവുകയും ചെയ്യും. അപ്പൊ ശാരീരികമായി ഊർജം ലഭിച്ച് നോമ്പെടുക്കാനുള്ള ശക്തി കിട്ടുന്നതോടുകൂടി ആത്മീയമായ ഊർജം ലഭിച്ച് പരലോകത്തിൽ പ്രതിഫലം കിട്ടാനും കാരണമാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്ന നിലക്ക് ഇങ്ങനെ അത്താഴത്തിന് വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളുണ്ട്. ഇനി അത് എപ്പോൾ മുതലാണ് എന്നാണ് ഒന്ന്. അർദ്ധരാത്രി, അതായത് മഗ്രിബ് മുതൽ സുബി ഫജ്ർ സ്വാദിഖ് വരെയുള്ള ആകെ സമയം കണക്കൂട്ടിയാൽ അതിന്റെ പൗതി കഴിഞ്ഞ് രണ്ടാമത്തെ പൗതിയിൽ പ്രവേശിച്ചോടെ മുതൽ വഖത്ത് കടക്കും എന്ന് പറഞ്ഞാൽ അസ്ർ സുന്നത്ത് കിട്ടും. എന്നാൽ അത് രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് പിന്തിക്കുകയും ഫജ്ർ സ്വാദിഖ് വെളിവാകാൻ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ബാക്കി ഉണ്ടാവുന്നതോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യലാണ് ഏറ്റവും അഫ്ളലായ സമയം. ഫജ്റിന്റെ ഏതാണ്ട് അടുത്തെത്തിയിട്ട് ഒരു 20 മിനിറ്റ് ബാങ്ക് കൊടുക്കാൻ ബാക്കി ഉണ്ടാകുന്ന സമയത്തോടു കൂടി അവസാനിപ്പിക്കുന്ന രീതിയാണ് ഏറ്റവും അഫ്ളൽ. അവിടെ നിന്ന് അങ്ങോട്ട് കാരണം കൂടാതെ പിന്തിക്കൽ കറാത്ത. മനസ്സിലായില്ലേ? അത്താഴം ബാങ്ക് കൊടുക്കാൻ ഇനി 5 മിനിറ്റേ ഉള്ളൂ, ആ സമയത്തേക്ക് മനഃപൂർവ്വം പിന്തിക്കൽ കറാഹത്താണ്. എന്നാൽ ഫജ്ർ വെളിവാവുന്നത് വരെ അത്താഴം കഴിക്കാം. ആരോ ഒരാൾ പറഞ്ഞോലോ, പയച്ച് പറഞ്ഞ ഇക്കാരം മൗല്യമാര് പറഞ്ഞതാണെങ്കിൽ പയച്ച് പറഞ്ഞത് ഇക്കാരം, മൗലവിമാരാണെങ്കിൽ പിന്നെ ആദ്യം തന്നെ മനുഷ്യന്മാരെ പേപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാം. അതായത് ഒരാള് അറിഞ്ഞില്ല, പെട്ടെന്ന് പടഞ്ഞെണീറ്റ് ഞെട്ടി നോക്കുമ്പം സുബഹി ബാങ്ക് കൊടുക്കുക, എന്നാ കുറച്ചെന്തെങ്കിലും അത്യാവശ്യത്തിന് കഴിക്കാന്ന്. അത് ഇസ്ലാമല്ല, അത് വഹാബി മതമാണ്, അത് ഇസ്ലാമല്ല. വലിയ പാത്രത്തിലല്ല. അത് ആരോ ഒരാൾ പറഞ്ഞ് പയച്ചു പറഞ്ഞു. അപ്പൊ നമ്മളെ കൂട്ടത്തിലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോന്ന്
വായിലുള്ളത് ഫജറായി എന്ന് പറഞ്ഞാൽ വായിലുള്ളത് പുറത്തേക്കാണ് തുപ്പല്ലാതെ കീപ്പോട്ടാണ്ട് ഇറക്കിയ നോമ്പണ് മുറിയും. അതുപോലെ തന്നെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഫജറായത് എന്നാ അപ്പോൾ പിന്മാറണം. ഏതായാലും തുടങ്ങിയില്ല, ഏതാണ് പൂർത്തിയാട്ടെ എന്ന് വെച്ചാൽ സംയോഗം കൊണ്ട് നോമ്പ് നഷ്ടപ്പെടുത്തിയ നിരക്ക് കഫാറത്തോടു കൂടി ഖളാ വീട്ടൽ വുജൂബാവും. അപ്പോ ഉത്തമം ബാങ്ക് കൊടുക്കാൻ 20 മിനിറ്റ് ഉണ്ടാവുന്ന സമയത്ത് അവസാനിപ്പിക്കാം, അതിന് തൊട്ട് മുമ്പായിരിക്കും. അപ്പൊ ഏതാണ്ട് ഫജറോടടുത്ത സമയമാകാം, എന്നാ ഫജർ ആയോന്ന് ഷെക്ക് വരാതിരിക്കാൻ വേണ്ടി അത്താഴ വിരാമമാവുന്ന 20 മിനിറ്റ് ഒഴിവാക്കി. ഇതാണ് ഏറ്റവും അഫ്ളൽ. അതോടുകൂടി ഹലാലായ ഏത് ഭക്ഷണവും ആവാം, പക്ഷേ ഈത്തപ്പഴം കൊണ്ടായിരിക്കലാണ് അഫ്ളൽ. നിയ്യത്തുണ്ടെങ്കിലേ കൂലി കിട്ടുള്ളൂ. ഓക്കെ. അസ്സലാമു അലൈക്കും. നമ്മള് കടന്റെ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുമ്പോ പിന്നെ സ്റ്റോക്ക് എടുത്ത് കൊടുക്കുമ്പോ ഇത് പിന്നെ വാങ്ങിയ വില കൊടുക്കേണ്ടല്ല, വിൽക്കുന്ന വില കൊടുക്കേണ്ടത് ശമനിമിസിലാണ് കൊടുക്കേണ്ടത്, എന്താണെന്ന് അറിയാം. അസ്സലാമു അലൈക്കും. കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് കൊല്ലം തികയുന്ന അന്ന് നമ്മുടെ കടയിൽ വിൽപ്പന ചരക്കായിട്ടുള്ളതിന് ഇന്ന് നമ്മൾ വാങ്ങുന്ന ഹോൾസെയിൽ മാർക്കറ്റിലെ വില കണക്ക് കൂട്ടിയിട്ട് കൊടുക്കണം. വാങ്ങിയ അന്നത്തെ വിലയല്ല, വിൽക്കണ വിലയല്ല കൂട്ടേണ്ടത്. എന്നാണോ കൊല്ലം തികയുന്നത് അന്ന് ഈ വസ്തുവിന് നമ്മൾ വാങ്ങുന്ന ഹോൾസെയിൽ മാർക്കറ്റിൽ എന്താണോ വില ആ വില അനുസരിച്ച് കൊടുക്കണം. അത് ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ആണെങ്കിൽ 3 മാസം മുമ്പ് വാങ്ങിയുണ്ടാവും, 6 മാസം മുമ്പ് വാങ്ങിയുണ്ടാവും, 1 കൊല്ലം മുമ്പ് വാങ്ങിയുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ അതിന് ഹോൾസെയിൽ മാർക്കറ്റിൽ എന്താണ് വില എന്ന് നോക്കിയിട്ട് ഇന്നത്തെ മാർക്കറ്റ് വില വെച്ചിട്ട് കണക്ക് കൂട്ടണം. അല്ലാതെ നമ്മൾ വിൽക്കുന്ന വില എന്ന് പറഞ്ഞാൽ അത് വിൽക്കുന്നതിന് ഒരു കൃത്യം വില ഉണ്ടാവില്ല. വാങ്ങിയതാണെങ്കിലോ പണ്ട് വാങ്ങിയതുമല്ലേ. അപ്പോ ഇപ്പോൾ എന്നാണോ കൊല്ലം തികയണത് അന്ന് ഹോൾസെയിൽ മാർക്കറ്റിൽ നമ്മൾ ഈ സാധനത്തിന് എന്ത് വില ഉണ്ട് എന്ന് അന്വേഷിച്ചിട്ട് അതനുസരിച്ച് വില കിട്ടണം. ഓക്കെ. അസ്സലാമു അലൈക്കും. നോമ്പ് മഗ്‌രിബായതിന്റെ ശേഷം നോമ്പ് തുറന്നില്ല ഒരാള്, ഏകദേശം ഒരു 10 മണി വരെ. ഇപ്പോൾ ഇവിടെ നോമ്പ് സ്വമേധയാ മുറിഞ്ഞു പോകുമോ എന്നാണ് സംശയം. തീർച്ചയായിട്ടും മഗ്‌രിബായാൽ തന്നെ നോമ്പ് മുറിക്കുക എന്ന് പറയുന്ന ഒരു സുന്നത്തായ അമലാണ്. ഒരാളത് ചെയ്തില്ലെങ്കിൽ നോമ്പ് സ്വമേധയാ ഇല്ലാതായി പോവും. പക്ഷെ എന്നാലും അവൻ നോമ്പ് മുറിക്കാത്തതിന്റെ പേരിൽ അവൻ അള്ളാന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. കടുത്ത കറാഹത്താണ്, ചെയ്യാൻ പാടില്ല. അഥവാ അങ്ങനെ ചെയ്താൽ നോമ്പുണ്ടാവില്ല, നോമ്പിന്റെ ഹുക്കുമൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ മഗ്‌രിബിന്റെ ശേഷം ഒരാൾ നോമ്പ് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇശാന്റെ ശേഷം ഭാര്യയായിട്ട് സംയോഗത്തിൽ ഏർപ്പെട്ടു, എന്നാ നോമ്പുകാരനായിട്ട് സംയോഗം ചെയ്ത കുറ്റമില്ല. കാരണം നോമ്പിന്റെ ഹുക്കുമ് ഉറവോട് കൂടി അവസാനിച്ചു. എന്നാലും നോമ്പ് മുറിക്കാൻ നമ്മളോട് കൽപ്പനയുള്ളതാണ്. അപ്പൊ അത് ചെയ്യുന്ന ഒരു ഇബാദത്താണ്. അത് മനഃപൂർവ്വം ഉപേക്ഷിക്കൽ കറാഹത്താണ്. നോമ്പ് രാത്രിയായാൽ തന്നെ ക്യാൻസലായി. ഓക്കെ. അസ്സലാമു അലൈക്കും. പകല് ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ വല്ലാത്ത ആഗ്രഹമുള്ള ഒരാള് 60 നോമ്പ് നോറ്റ് വീട്ടേണ്ട ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് പകല് വെള്ളം കൊണ്ടോ മറ്റോ നോമ്പ് മുറിച്ചതിന്റെ ശേഷം ബന്ധപ്പെട്ടാൽ ഇതിന് 60 നോമ്പ് നോൽക്കേണ്ടതുണ്ടോ? മൈക്കലില്ല. അത് വൻദോഷങ്ങളിൽപ്പെട്ട ഒരു കടുത്ത ഹറാമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അവൻ കുറ്റക്കാരനാകും. തന്നെയല്ല, തൗബ ചെയ്യൽ വുജൂബാണ്, അല്ലെങ്കിൽ ഫാസിഖാവും. മനസ്സിലായില്ലേ? നിസ്കാരം മുറിക്കും പോലെ ശറഈയായ കാരണം കൂടാതെ നോമ്പ് മുറിക്കൽ വൻദോഷങ്ങളിൽപ്പെട്ട ഹറാമാണ്. ആ കുറ്റുണ്ടാവും. അല്ലെങ്കിൽ തന്നെ കുരങ്ങ് തെങ്ങുമ്പോ കയറും, അതിന്റെ പുറമെഞ്ഞൊരു കോണിയുടെയും വെച്ചു കൊടുത്താലോ? മനസ്സിലായില്ലേ? തന്നെത്താൻ തന്നെ തെങ്ങുമ്പോ കയറി ഇളനീയും പറിക്കാൻ നിൽക്കുന്ന കുരങ്ങിന് ഒരു ഏണി വെച്ചുകൂടി കൊടുത്താൽ തെങ്ങിന്റെ മുകളില് ഒരു മച്ചിങ്ങ പോലും ബാക്കി വെക്കൂല. അപ്പൊ അതുകൊണ്ട് അജാതി കുർക്കാസാലൊന്നും വലുത് അറിയാൻ പറ്റുന്നതല്ല. മനസ്സിലായോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് നേരത്തെ പറഞ്ഞ കച്ചവടത്തിന്റെ സക്കാത്ത് സംബന്ധമായിട്ടുള്ള ഒരു സംശയമാണ്.
ഈ കച്ചവട സക്കാത്തിന്റെ ഈ ഹോൾസെയിൽ മാർക്കറ്റ് വിലയാണ് കൂട്ടേണ്ടതെന്നാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പൊ ചില ആളുകളോട് അങ്ങനെ അന്വേഷിക്കുമ്പോൾ, ചില കണക്കൂട്ടുന്ന സമയത്ത് അന്വേഷിക്കുമ്പോൾ ഹോൾസെയിൽ വിലയും അതുപോലെ തന്നെ സാധാരണ ആ സാധനത്തിന്റെ ഒരു ഹോൾസെയിൽ അല്ലാത്ത വിലയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഹോൾസെയിലായിട്ട് 100 റുപ്യക്ക് 4 കിട്ടുന്ന സാധനം ഹോൾസെയിൽ അല്ലാത്ത രീതിയിൽ ചിലപ്പം 100 റുപ്യക്ക് 3 കിട്ടുള്ളേക്കാണ്. അപ്പൊ ഈ ഹോൾസെയിൽ വില തന്നെയാണോ കൂട്ടേണ്ടത്, അല്ലെങ്കിൽ അതിനിപ്പോഴുള്ളതായ ഒരു ഹോൾസെയിൽ അല്ലാത്ത ഓരോരോ സാധനങ്ങൾ വാങ്ങുന്ന രീതിയിലുള്ള ആ വിലയാണ് കൂട്ടേണ്ടത് എന്ന് ഒന്ന് വിശദമായിട്ട് അറിഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഞാനേ എന്റെ വക പറഞ്ഞതല്ല, അഭിപ്രായം പറയാൻ പറ്റുന്നതല്ലല്ലോ ദീനിന്റെ ഫിഖ് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ ഹമീദ് ഷെർവാനി റഹ്മത്തുള്ളാ തുഹഫയുടെ ഹാഷിയിൽ പറഞ്ഞ മസലയാണ് ഞാൻ പറഞ്ഞത്. അതായത് വിൽപ്പന വില എന്ന് പറയുന്നത് കൃത്യമായി നിർണയിക്കാൻ പറ്റുന്നതല്ല. അത് പലർക്കും പല വിലക്കും വിൽക്കും. അത് ഈ ആളുടെ കഴിവാ. അങ്ങനെ വെച്ചിട്ട് സക്കാത്ത് കണക്കൂട്ടാൻ കഴിയില്ല. മുമ്പ് നമ്മൾ എന്ത് വിലക്കാണ് വാങ്ങിയത് എന്ന് കണക്കൂട്ടാൻ കഴിയില്ല. കാരണം ലാഭനഷ്ടങ്ങൾ അതിൽ നിന്നിട്ട് പരിഗണിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങുന്ന വില എന്നാ. അഞ്ഞ് പേരിഞ്ഞ് ആ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ പറയണ്ട. ഇന്ന് ആ സാധനം വാങ്ങുവാണെങ്കിൽ എന്ത് വില കൊടുത്ത് വാങ്ങും, ഇന്ന് അതിന്റെ മാർക്കറ്റ് എന്താണ്, അതാണ് കൂട്ടേണ്ടത് എന്നാ ഞാൻ പറഞ്ഞതിന്റെ മായന. അത് എന്റെ അഭിപ്രായമല്ല, ബഹുമാനപ്പെട്ട ഇമാം ഷെർവാനി തുഹഫയുടെ ആശയിൽ പറഞ്ഞതാണ്. സക്കാത്ത് നിർബന്ധമാവുന്ന ദിവസം, അഥവാ കൊല്ലം പൂർത്തിയാവുന്ന ദിവസം വിൽപ്പന ചരക്ക് കണക്കെടുക്കുകയും അതിന് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന, നിങ്ങൾ വാങ്ങുന്ന വിൽക്കുന്നല്ല, നിങ്ങൾ ഇന്ന് മാർക്കറ്റിൽ വാങ്ങുകയാണെങ്കിൽ വാങ്ങാവുന്ന വില എത്രയെന്ന് വെച്ചാൽ അത് കണക്കാക്കിയിട്ട് കൊടുക്കണമെന്ന്. ഇനി അതിൽ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഷറഹ് എഴുതിക്കോളി. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദേ, ഇപ്പൊ നോമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരാളൊരു സംശയം ചോദിച്ചതാണ്. ഗുഹ്യഭാഗങ്ങളിലൊക്കെ ഉള്ള രോമങ്ങള് നോമ്പ് ഒഴിച്ചുകൊണ്ട് മുറിക്കാൻ പാടുണ്ടോ? അതും നേരത്തെ ഒരു പ്രസംഗത്തിൽ ഉസ്താദിന്റെ ക്ലാസ്സിൽ തന്നെ വടിച്ചു കളയലാണ് ഉത്തമം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വടിക്കുന്നതിന് കൈവറയും അങ്ങനെയുള്ള അസുഖമുള്ള ഒരാൾക്ക് അത് വെട്ടിക്കളയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നാണ്. പിന്നെ വേറൊരു സംശയമുള്ള അതിനോട് ബന്ധപ്പെട്ട് തന്നെ 40 ദിവസത്തിലധികം ഗുഹ്യഭാഗങ്ങളിലെ രോമം മാറ്റിയില്ലെങ്കിൽ അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. അത് 40 ദിവസം എന്ന പരിധി ഒരു ഹുക്കുമല്ല. അത് ഓരോരുത്തരും അവനവന്റെ ശാരീരിക അവസ്ഥ നോക്കുകയാണ് വേണ്ടത് എന്നാണ് മഹാന്മാര് പറഞ്ഞത്. അത് നമ്മൾ പറഞ്ഞല്ലോ, മിഞ്ഞാന്ന് പറഞ്ഞു, ക്ലാസ് എടുത്തപ്പോ തന്നെ ആ വിഷയം പറഞ്ഞു. ദിവസം ഇത്ര ആഴ്ചയിൽ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിൽ ഇത്ര ദിവസം കൂടുമ്പോൾ എന്നത് ശറയിൽ അതിന് അസുരൊന്നുമില്ല. ഓരോരുത്തരും അവനവന്റെ ശാരീരിക അവസ്ഥ, ശരീരത്തിലെ രോമ വളർച്ചയുടെ നഖം വളർച്ചയുടെ ഒക്കെ അവസ്ഥ അനുസരിച്ച് പരിഗണിക്കേണ്ടതാണ്. വടിച്ചു കളയലാണ് ഗുഹ്യരോമവും കക്ഷരോമവും ഗുഹ്യരോമം വടിച്ചു കളയലും സാധിക്കുന്നവരെ സംബന്ധിച്ച് കക്ഷരോമം പറിച്ചു കളയലുമാണ് നല്ലത്. എങ്കിലും മറിച്ചാകുന്നത് കൊണ്ടോ വെട്ടിച്ചെറുതാക്കുന്നത് കൊണ്ടോ കുഴപ്പമൊന്നുമില്ല. പൂർണ്ണമായ രീതി ഗുഹ്യഭാഗം വടിച്ചു വൃത്തിയാക്കാൻ. വടിക്കുക എന്ന് പറഞ്ഞാൽ അതിനിപ്പോ ആയുധം ഉപയോഗിച്ചോളന്നില്ല. ഇപ്പം അതിനൊക്കെ എന്തൊക്കെ സൗകര്യമുണ്ട് ഞങ്ങൾ പാപ്പ, എന്തൊക്കെ സൗകര്യമുണ്ട്. നമ്മൾ നോക്കിയാൽ ഒരു ബകാലെ പോയി നോക്കിയാല്, അതല്ലെങ്കിൽ ഒരു സെയ്തലിയെ പോയി നോക്കിയാല് അവിടെയൊക്കെ ഈ മുസീറു ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്പ്രേ കിട്ടാനുണ്ട്, അതല്ലെങ്കിൽ പേസ്റ്റ് കിട്ടാനുണ്ട്. ആ പേസ്റ്റോ സ്പ്രേയോ ഉപയോഗിച്ച് കണ്ട് ടിഷ്യൂ പേപ്പർ കൊണ്ടിട്ട് തുടച്ചാൽ നല്ല ക്ലീൻ ഷേവാവും. അല്ലാതെ ആയുധം തന്നെ ഉപയോഗിച്ചോളന്നില്ല. പക്ഷെ അത് കരുതിയിട്ട് താടിമക്ക് അതിട്ട് ഉപയോഗിക്കാനും പറ്റൂല. കാരണം ഈ പറയുന്ന പേസ്റ്റ് ആണെങ്കിലും സ്പ്രേ ആണെങ്കിലും വെയിൽ കൊള്ളാത്ത ഭാഗങ്ങളിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അതിൽ തന്നെ നിർദ്ദേശമുണ്ട്. അപ്പൊ കക്ഷത്തിലും ഗുഹ്യഭാഗത്തും ആ സ്പ്രേ ഉപയോഗിച്ചു കൊണ്ടുവാക്കാം, അതല്ലെങ്കിൽ ഈ പേസ്റ്റ് ഉപയോഗിച്ചു കൊണ്ടാക്കാം,
ആയുധം ഉപയോഗിച്ച് കൊണ്ടാക്കാം. അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി വെട്ടിച്ചെറുതാക്കിയാലും അസ്ല് സുന്നത്ത് കിട്ടും. പഠിക്കലാണ് അഫ്ള്. മറ്റേ കക്ഷം പറിക്കാൻ കഴിയുന്നവർക്ക് പറിക്കലാണ് നല്ലത്, അല്ലാത്തവർക്ക് അവർക്കും പഠിച്ചു കളയാം. ഇനി അത്യാവശ്യമായിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തോന്നുന്നു. റസൂൽ 2-3 വട്ടം എടുത്തിട്ട് കിട്ടിയിട്ടില്ല. അദ്ദേഹം ഒന്ന് എടുത്തോട്ടെ. കാരണം ഇനിയിപ്പോ ശബ്ദം ഉണ്ടാകുകയാണെങ്കിലോ അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും ആയിരിക്കും. എന്നിട്ട് പെട്ടെന്ന് നിർത്തുക, സമയമായിരുന്നു. തന്നെയല്ല, ഹംസക്കോയ ബാക്കവി ഉസ്താദിന്റെ ലൈവ് ഉണ്ട് എന്ന് കീശീരിയും അറിയിച്ചിട്ടുണ്ട്. സമയം അത്യാവശ്യം നമ്മൾ പറഞ്ഞ സമയം ഏകദേശം ആയും ചെയ്തിരുന്നല്ലോ. ഏതായാലും 2 വട്ടം എടുത്തിട്ട് ശബ്ദമില്ലാത്തത് കൊണ്ട് ഒരു എക്സ്ക്യൂസ് റസൂൽ ഒന്ന് എടുത്തോളി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ജസാക്കുമുല്ലാഹു ഖൈറ. ഉസ്താദ് കുട്ടികളോട് മാറ്റി കുത്തിവെച്ചത് കൊണ്ട് പ്രശ്നമായതായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നുണ്ടോ വെച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ഉസ്താദ് ഖുതുബന്റെ ഇടയിൽ തന്നെ ഖുതുബ ശ്രവിച്ചുകൊണ്ട് അങ്ങനെ ദിക്ർ സ്വലാത്ത് എടുക്കുന്നതിനെ പറ്റിയുള്ളൊരു ഇത് ആൾക്ക് രണ്ടിനും കഴിയാനുള്ള ഒരു കഴിവ് മനസ്സിലുണ്ടെങ്കിൽ അതിന്റെ വിധിനെ പറ്റിയൊന്ന് അറിയാൻ കഴിഞ്ഞിരുന്നായിരുന്നു. അതുപോലെ തന്നെ അൽക്കഹഫ് ഇപ്പൊ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വെള്ളിയാഴ്ച വരുന്നതിന് മുമ്പായിട്ട് പോയി തീർത്തു കഴിഞ്ഞാൽ അതിന്റെ ഖളാവിന്റെ പരിധി കിട്ടുമോ എന്നുള്ളതും കൂടി ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ജസാക്കുമുല്ലാഹു ഖൈറ ഉസ്താദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പം സുബ്ഹി എങ്ങനെ പറഞ്ഞ് 2 കാര്യമാണല്ലോ പറഞ്ഞത്. ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഖുതുബ ശ്രദ്ധിക്കലോട് കൂടി ശബ്ദമില്ലാതെ സലാത്തോ ദിക്റോ ചെല്ലുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് അവിടെ തന്നെ ഹാസ്യക്കാരൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഖുതുബ കേൾക്കുന്നവനാണെങ്കിൽ പോലും ഖുതുബയെ തൊട്ട് ശ്രദ്ധ തിരിയാതെ ഖുതുബ ശ്രദ്ധിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ ദിക്റോ ദുആഓ സലാത്തോ ചെല്ലാവുന്നതാണ്. ശബ്ദം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാവാനും പാടില്ല. ശ്രദ്ധ ഖുതുബയിൽ നിന്ന് തിരിയാനും പാടില്ല. അങ്ങനെ ശ്രദ്ധ തിരിയാതെ തന്നെ ശബ്ദം താഴ്ത്തി അല്ലെങ്കിൽ ഖൽബ് കൊണ്ട് സ്വലാത്ത് ചൊല്ലാനോ ദിക്ർ ചൊല്ലാനോ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. അതിന് തെറ്റൊന്നുമില്ല. അതുപോലെ തന്നെ വെള്ളിയാഴ്ച സുബഹി മുതൽക്ക് മഗ്രിബാകുന്നതിന്റെ ഇടയ്ക്ക് എപ്പോ ചെല്ലിയാലും അതാത് തന്നെയാണ്. സലാത്തായാലും അൽഖഫായാലും അവിടെ നിന്ന് അങ്ങോട്ട് പതിവുള്ള ഒരാൾക്ക് എന്തോ സംഗതി വശാൽ ഖളാ ആയിപ്പോയാൽ ഇങ്ങനെയൊക്കെയുള്ള സുന്നത്തുകൾ കൃത്യമായി പതിവാക്കി കൊണ്ടുവരുന്ന ആളുകൾ ഖളാ വീട്ടുന്നത് സുന്നത്തുണ്ട്. അങ്ങനെ ഖളാ വീട്ടൽ സുന്നത്തുള്ളത് കൊണ്ട് അത് പിറ്റത്തെ ആഴ്ചന്റെ ഇടയ്ക്ക് എപ്പോൾ ഖളാ വീട്ടിയാലും ആ അസ്ൽ സുന്നത്ത് കിട്ടും. കാരണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, മറ്റേത് അങ്ങനെ അശ്രദ്ധ വരും എന്നതുകൊണ്ട്. ചോദ്യം നിർത്തി എപ്പോഴോ നിർത്തി. ഹംസക്കോയ ഉസ്താദിന്റെ വയല് കേട്ടോളി, ഞാൻ നിർത്തുകയാണ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.